ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് മാർക്കറ്റിൽ വലിയൊരു ഇടിവെന്നാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റി ബിലോ 25,000 ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പും എബോവ് 1% ഇടിവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 2% മേളിലാണെന്ന് ഇടിവ് കണ്ടത്. നിഫ്റ്റി 50 ഇന്ന് 24,837 ക്ലോസ് ചെയ്തപ്പോൾ 225 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 537 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 56,528 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 951 പോയിൻറ്റ്സിൻ്റെ വലിയ ഇടിവാണ് കണ്ടത്. 58,009 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 392 പോയിൻറ്റ്സ് കുറഞ്ഞ് 18,294 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 5.13% റാലി നടത്തി 11.27 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 721 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 81,463 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് ഇന്ന് DII 2,138 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ആഴ്ച എല്ലാ ദിവസവും FII സെല്ലിങ്ങിലാണ് പോയത്. 1,979 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DII 17,932 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 13,552 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച എല്ലാ ദിവസവും DII ബൈയിങ് മോഡിലായിരുന്നു. എന്നാൽ FII എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ എന്നിവ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി എല്ലാ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ തന്നെ 1.27% ഇടിവുണ്ടായി. നിഫ്റ്റി എനർജി 2% എബോവ് ഇടിഞ്ഞു. നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നിവ എബോവ് 1% ഇടിവുണ്ടായി. നിഫ്റ്റി മീഡിയ 2.61% വലിയൊരു ഇടിവാണെന്ന് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ എന്ന് 23,781 ക്ലോസ് ചെയ്തപ്പോൾ 305 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 797 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 35,250 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,808 ക്ലോസ് ചെയ്യുമ്പോൾ 238 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 505 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 54,579 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 101 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഇന്ന് കണ്ടു. 14,846 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 93 പോയിൻറ്റ്സ് കുറഞ്ഞ് 9066 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT ഇന്ന് 35,623 ക്ലോസ് ചെയ്യുമ്പോൾ 512 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 44 പോയിൻറ്റ്സ് കുറഞ്ഞ് 1669 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 9425 ക്ലോസ് ചെയ്തപ്പോൾ 157 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 226 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 11,356 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ ഇന്ന് 121 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 22,662 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 7,003 ക്ലോസ് ചെയ്തപ്പോൾ 121 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് കണ്ടത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 9 പോയിൻറ്റ്സ് കുറഞ്ഞ് 950 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വളരെ പോർ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. 475 കമ്പനികൾ മാത്രമേ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. 2,179 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗോയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിപ്ല 3.17% റാലി നടത്തി. SBI ലൈഫ് 2.07% റാലി നടത്തി. അപ്പോളോ ഹോസ്പിറ്റൽ 1.50%, ഡോക്ടർ റെഡ്ഡി 0.91%, സൺഫാർമ 0.59%, HDFC ലൈഫ് 0.37%, അൾട്രാസിംകോ 0.11% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് 4.81% ഫോളോ കണ്ടു. ശ്രീറാം ഫിനാൻസ് 3.64% ഫോളോ കണ്ടു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.64%, ബജാജ് ഓട്ടോ 2.58%, ടെക്കം 2.53%, പവർ ഗ്രിഡ് 2.51%, ബജാജ് ഫിൻസർവ് 2.31%, അദാനി എൻ്റർപ്രൈസ് 2.26%, ഇൻഫി 2.19% ആൻഡ് ട്രെൻഡ് 2.02% ഫോണാണ് കണ്ടത്. ഇതൊരു ബയേഴ്സ് അല്ലാതെ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 ജൂണിൽ 24,951 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,837 നിൽക്കുമ്പോൾ 0.46% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,837 നിൽക്കുമ്പോൾ 4.61% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്.
നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,090 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 25,060 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 25,219 ക്ലോസ് ചെയ്തത്, തേഴ്സ്ഡേ 25,062 ക്ലോസ് ചെയ്തു, ഇന്ന് ഫ്രൈഡേ 24,837 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയിൽ 0.53% ആകെ ലോസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഈ ആഴ്ചത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.